സമൂഹത്തിൽ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടാവണം, നല്ല മതിപ്പുണ്ടാവണം എന്നാഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. സമൂഹമില്ലാതെ അവന് നിലനിൽപ്പില്ല. സമൂഹത്തിൽ ജീവിക്കുന്ന അവനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതിയ ആളുകളെ കണ്ടുമുട്ടേണ്ടി വന്നേക്കാം, അവരോട് സംസാരിക്കേണ്ടി വന്നേക്കാം, പല രൂപത്തിലുള്ള ഇടപെടലുകളും നടത്തേണ്ടി വന്നേക്കാം. ഈ സമയത്ത് അവൻ അറിയാതെ രണ്ട് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഒരാൾ പുതിയ ആളുമായി പരിചയപ്പെടുമ്പോൾ, ഒരു ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് അവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവൻ തൻ്റെ ഓപ്പോസിറ്റുള്ള ആളെ കൃത്യമായി വിലയിരുത്തുന്നു. അവരുടെ പെരുമാറ്റ ശൈലി, അവരുടെ സംസാര ശൈലി, അവരുടെ പ്രവർത്തന ശൈലി, അവരുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആളുകൾ നമ്മളെക്കുറിച്ച് കൃത്യമായി നമ്മുടെ എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരേ സമയത്ത് വിലയിരുത്തുന്നവനും വിലയിരുത്തപ്പെടുന്നവനുമായി മാറുന്നു മനുഷ്യൻ. പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഇന്ന് ഞാൻ ബസ്സിൽ വെച്ച്, അതല്ലെങ്കിൽ ട്രെയിനിൽ വെച്ച്, യാത്രയിൽ വെച്ച്, ടൗണിൽ വെച്ച് ഇന്ന ആളുമായി സംസാരിച്ചു. ആ സംസാരിക്കുന്ന സമയത്ത് എന്തൊരു നല്ല വ്യക്തിത്വമാണ് അദ്ദേഹം, എന്തൊരു പേഴ്സണാലിറ്റിയാണ് എന്ന് നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ പറയാറുണ്ട്. അങ്ങനെ നമ്മളെക്കുറിച്ച് മറ്റൊരാൾ മറ്റൊരു സാഹചര്യത്തിൽ പോസിറ്റീവായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ സംസാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ ഇടപെടലിൽ എന്തോ ഒന്ന് അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ആകർഷണമാക്കി എന്നുള്ളതാണ്. അതിനെയാണ് വ്യക്തിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ആകർഷകമായ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിരന്തര പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഘടകമാണിതെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാം ആദ്യമായി കണ്ടുമുട്ടുന്ന ആളാവട്ടെ അല്ലെങ്കിൽ നിരന്തരം കണ്ടുമുട്ടുന്ന ആളാവട്ടെ, അവരോട് സമീപിക്കുന്ന സമയത്ത് ഒരു പ്രസന്ന മുഖത്തോടുകൂടെ, ഒരു പുഞ്ചിരിയോടുകൂടെ അവരെ സമീപിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ ഒന്നാണ് അപ്പിയറൻസ്. അപ്പിയറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ് സ്റ്റൈലാണ്, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലാണ്, നമ്മുടെ ജീവിത ശൈലിയാണ്. ഇതെല്ലാം വില കൂടിയ ഡ്രസ്സാവണം, അതുപോലെ തന്നെ വില കൂടിയ ഷൂ ആവണം, ബ്രാൻഡഡ് ആവണം എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. പകരം നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് ഏതോ ആവട്ടെ, അതിനെ നല്ല വൃത്തിയിൽ അലക്കി ഇസ്തിരിയിട്ട് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ ഹെയർ സ്റ്റൈലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ് എല്ലാം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെങ്കിൽ പോലും ഇതെല്ലാം ഉണ്ട്. പലപ്പോഴും നമ്മൾ നല്ല ഡ്രസ്സ് ധരിക്കുന്നവരാണ്, നല്ല ഹെയർ സ്റ്റൈൽ എല്ലാം, അതിലൊക്കെ വളരെ വലിയ കോൺഷ്യസ് ആണ്, നല്ല ബോധത്തോടു കൂടിയാണ് നടക്കാറ്. പക്ഷേ നമ്മുടെ മുഖത്തൊരു ചിരി വന്നിട്ടില്ല എങ്കിൽ, നമ്മുടെ ഒരു ഗൗരവ പ്രകൃതിക്കാരനാണെങ്കിൽ, നമ്മളെ കാണുന്ന മറ്റുള്ള ആളുകൾ ഒരു പക്ഷെ നമ്മളെ തെറ്റിദ്ധരിച്ചേക്കാം, അവൻ വലിയ ജാടയുടെ ആളാണ്, അവൻ ഭയങ്കര അഹങ്കാരിയാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. ഇനി അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഗുഡ് ലിസണർ ആവുക എന്നുള്ളതാണ്. നല്ലൊരു കേൾവിക്കാരനാവണം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ സംസാരിക്കാനാണ്, എല്ലാവർക്കും സംസാരിക്കാനാണ് ഇഷ്ടം. നമ്മൾ ആദ്യമായി ഒരാളെ സമീപിച്ചു, അയാൾ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് അയാളുടെ കുറേ പോസിറ്റീവ് ക്വാളിറ്റീസൊക്കെ നമ്മളോട് പറഞ്ഞു. അതിന് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അയാൾ 10 പറയുമ്പോൾ 20 പോസിറ്റീവ് ക്വാളിറ്റി നമ്മൾ തിരിച്ചങ്ങോട്ടിടുക എന്നല്ല. പകരം അയാൾ പറയുന്നതെല്ലാം കേൾക്കുകയും നമ്മൾ ഇടപെടേണ്ട സമയമാകുമ്പോൾ, നമ്മൾ സംസാരിക്കേണ്ട ഒരു സമയം വരുമ്പോൾ, നമ്മൾ സംസാരിക്കണമെന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തുറന്ന മനസ്സോടുകൂടെ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുക. അത് തള്ളിമറിക്കുക എന്നല്ല. അയാൾ പറഞ്ഞതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അതിനേക്കാൾ വലിയ ആളാണ് ഞാനെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയല്ല സംസാരിക്കേണ്ടത്. പകരം നമ്മുടെ സംസാരത്തിൽ അയാൾക്ക് എന്തെങ്കിലും അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായി മാറണം. അയാൾ ആഗ്രഹിക്കുന്നത് ഇതാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുകയും വേണം. അതന്നെ ഓപ്പൺ മൈൻഡ് ആവണം, ഒരു തുറന്ന് സംസാരിക്കണം. തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്നതിലൂടെ എനിക്ക് യാതൊരു ദുരുദ്ദേശവുമില്ല, നിൻ്റെ നന്മയാണ്, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കോമൺ ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്, എൻ്റെ ഉള്ളിൽ ഒരു ദുരുദ്ദേശവും ഇല്ല എന്ന് കേൾക്കുന്ന ആൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ കാര്യത്തിലും ചാടി ഇടപെടുന്ന എന്നുള്ളത് ഒരു നല്ല ശീലമല്ല. നമ്മുടെ ഇടപെടൽ അവർക്ക് ഗുണം ലഭിക്കുമോ, അതുകൊണ്ട് എന്തെങ്കിലും മെച്ചം ലഭിക്കുമെന്ന് നമുക്കൊരു 50% ഹോപ്പുണ്ടെങ്കിൽ, പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരം വിഷയത്തിൽ ഇടപെടാൻ പാടുള്ളൂ. നമ്മുടെ വാക്കുകൾക്കോ നമ്മുടെ പ്രവർത്തികൾക്കോ നമ്മുടെ നിർദ്ദേശങ്ങൾക്കോ നമ്മുടേതായ സംഭാവനകൾക്കോ യാതൊരു വിലയും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊരു മെച്ചവും ഉണ്ടാവില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവിടെ മൗനം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഇടപെടുകയാണെങ്കിൽ തന്നെ ആ ഇടപെടലുകൾ തീർത്തും ദുരുദ്ദേശപരമാവണം, ഒരു ഓപ്പണായിട്ട് അവരുടെ നന്മ മാത്രം മനസ്സിലാക്കിയുള്ള ഒരു ഇടപെടലാവണം. ഇനി അവർ നമ്മോട് ഷെയർ ചെയ്ത് അവരുടെ സങ്കടങ്ങളാണ്, ഫീലിങ്സാണ്. ആ ഫീലിങ്സ് ആണെങ്കിൽ ആ ഫീലിങ്സിന് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്, ഒരു വിഷയത്തിൽ ഒരു നിർദ്ദേശം നമ്മളോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ഡിസിഷൻ മേക്കിംഗ് സമയത്തും നമ്മുടെ ഉള്ളിൽ ഒരു ദുരുദ്ദേശം ഉണ്ടാവാൻ പാടില്ല. അവിടെയും നമ്മുടെ മൈൻഡ് ഓപ്പൺ ആവണം. ഓപ്പൺ ആയാൽ മാത്രം പോരാ, നമ്മുടെ മൈൻഡ് ഓപ്പൺ ആണ്, ശുദ്ധമാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമുക്ക് സംസാരിക്കാനും ഇടപെടാനും കഴിയണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയുണ്ടാവണം, ഒരു സ്ഥിരത ഉണ്ടാവണം. ഒരു സ്ഥലത്ത് നമ്മൾ ക്ഷണിച്ചു, നമ്മുടെ 6 മണിക്ക് എത്താൻ പറഞ്ഞാൽ 6 മണിക്ക് തന്നെ എത്താൻ നമുക്ക് കഴിയണം. ചില ആളുകളും ചിലരെ കുറിച്ച് പറയാറുണ്ട്, 6 മണിയെന്ന് പറഞ്ഞാൽ എന്തായാലും 7 മണിക്ക് അയാൾ എത്തുകയുള്ളൂ. ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് പൊതുസമൂഹത്തിൽ നമുക്ക് നൽകാൻ പാടില്ല. നമ്മൾ 6 മണി എന്ന് പറഞ്ഞാൽ പരമാവധി 5:55 തന്നെ ആ സ്ഥലത്ത് നമുക്കെത്താൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഒരു അടുക്കും ചിട്ടയുണ്ടാവും. ഒരാൾ നമ്മെ അന്വേഷിച്ച് മറ്റൊരാൾ വന്നു, അവിടെ നാട്ടിലുള്ള ഒരാളോട് നമ്മളെക്കുറിച്ച് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ കഴിയണം, ഈ സമയത്ത് അയാൾ ഇന്ന സ്ഥലത്തുണ്ടാവും, അവിടെ പോയാൽ അയാൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതങ്ങനെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വളരെ പ്രധാനപ്പെട്ടതാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് വാക്ക് പാലിക്കുക എന്നുള്ളതും വാക്തത്വം നിർവഹിക്കുക എന്നുള്ളതും. നമ്മളൊരു അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു, അത് നിരന്തരം മാറ്റിപ്പറയുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക. ഇനി വല്ലപ്പോഴും നമ്മൾ പറഞ്ഞ ആ ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായം ചിലപ്പോൾ തെറ്റായി എന്ന് വന്നേക്കാം. അങ്ങനെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരുത്താനും അതോടൊപ്പം തന്നെ അതിന് വേണമെങ്കിൽ സോറി പറയുക എന്നുള്ളതും നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തുകയുള്ളൂ, ഒരിക്കലും താഴ്ത്തുകയില്ല. ഇനി നമ്മൾ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ നൽകാവൂ. ആളുകളുടെ ഇടയിൽ ആളാവാൻ വേണ്ടിയിട്ട് നമ്മൾ വാഗ്ദാനം നൽകുകയും പിന്നീട് അത് നിർവഹിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ, വ്യക്തിത്വത്തെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ നാം പറയുന്ന വാക്കുകളും വാഗ്ദാനങ്ങളും നിർവഹിക്കപ്പെടണം. നിർവഹിക്കപ്പെടാൻ പറ്റുന്ന വാക്കുകളും വാഗ്ദാനങ്ങളും മാത്രമേ നൽകാൻ പാടുള്ളൂ. അഥവാ വല്ല പിഴവും സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്താനും ഉൾക്കൊള്ളാനും അതിനു വേണ്ടി വന്നാൽ സോറി പറയാനും നമുക്ക് കഴിയണം. അതെല്ലാം നമ്മുടെ വ്യക്തിത്വത്തെ നന്നാക്കുകയുള്ളൂ, ഒരിക്കലും അത് നെഗറ്റീവായി ബാധിക്കുകയില്ല.